മഞ്ജുഷ, ഏറ്റവും പുതിയ അപ്ഡേറ്റ് 41 സീറ്റുകളോടുകൂടി വ്യക്തമായ ആധിപത്യത്തോടുകൂടിയാണ് BJP മുന്നേറ്റം നയിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 33 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്നും BJP പിടിച്ചെടുത്തിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് 34 സീറ്റുകളാണ് 34 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ തവണത്തിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത്. കോൺഗ്രസ് ആണ് ആ ഒരു സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയിൽ നിന്നൊരു സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുന്നു. അത് കോൺഗ്രസിന് തുടക്കം മുതൽ തന്നെ ലീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 2 തവണയും 0 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന തുടർച്ചയായി 15 വർഷം ഡൽഹി ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നത് ആലോചിക്കണം. ഡൽഹി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ആണ് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംപൂജ്യരായി മടങ്ങിയത്. ഇപ്പോൾ അവർക്ക് ഒരു സീറ്റിൽ തുടക്കം മുതൽ ലീഡ് ചെയ്യാൻ കേവലം നാണക്കേട് മറയ്ക്കാനെങ്കിലും കഴിയുന്നൊരവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് BJPയുടെ വലിയ മുന്നേറ്റമാണ്. അത് ഏത് മേഖല എടുത്തു നോക്കിയാലും അങ്ങനെ നമ്മൾ മേഖല തിരിച്ചു നോക്കുന്നതിൽ ഇനി കാര്യമായ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ എല്ലാ മേഖലയിലും BJPയുടെ ഒരു വലിയ ആധിപത്യമാണ്. ഇനി നമുക്ക് പ്രധാനമായി നോക്കേണ്ടത് ഏതെല്ലാം സാമ്പത്തികമായി നിൽക്കുന്ന ഏതെല്ലാം മേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് ഏതെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നതാണ്. ഏറ്റവും കൂടുതൽ ആം ആദ്മി പാർട്ടിയെ എല്ലാ കാലത്തും തുണച്ചിരുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളാണ്. സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി. കേജ്രിവാളിനെ വിജയിപ്പിച്ചിരുന്നത് എപ്പോഴും അവരായിരുന്നു. ഒന്നാമത്തെ ശക്തിയായി തന്നെ പറയാം. അത്തരം ഒരു മണ്ഡലങ്ങളുടെ അവസ്ഥ നോക്കാം. അത്തരം മണ്ഡലങ്ങളുടെ അവസ്ഥ നോക്കിയാൽ ആം ആദ്മി പാർട്ടിക്ക് 12 സീറ്റുകളാണ് നഷ്ടമായിരിക്കുന്നത്. അതിൽ 11 സീറ്റും ലഭിച്ചിരിക്കുന്നത് BJPക്കാണ്. കോൺഗ്രസിന് 1 സീറ്റും ലഭിച്ചിരിക്കുന്നു. അവിടെ 15 സീറ്റ് ഉണ്ടായിരുന്നതിൽ 12 സീറ്റ് നഷ്ടപ്പെടുമ്പോൾ 3 മാത്രമാണ് ഏറ്റവും സമ്പത്ത് കുറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന അവർക്ക് മെജോറിറ്റി ഉള്ള മണ്ഡലങ്ങളിൽ 15 നിന്ന് 3 മാത്രമാണ് കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നത് ആം ആദ്മി പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. മറ്റൊന്ന് ആം ആദ്മി പാർട്ടിയെ സഹായിച്ചിരുന്നത് പ്രധാനമായും മിഡിൽ ക്ലാസ് ആണ്. മിഡിൽ ക്ലാസ്സിനാണ് ഇത്തവണ ഏറ്റവും അവസാനം കേന്ദ്ര ബജറ്റിലൊക്കെ ഈ ഇലക്ഷന്റെ ഒരു 4 ദിവസം മുമ്പാണ് കേന്ദ്ര ബജറ്റിൽ ഈ തരത്തിലേക്കുള്ള നികുതി ഇളവ് പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയെ സംബന്ധിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു നഗരം കൂടിയാണ്. പ്രത്യേകിച്ച് വിവിധ കമ്പനികളുടെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവരെല്ലാം ഈ IT റിട്ടേൺ ഫയൽ ചെയ്യേണ്ടവരും അല്ലെങ്കിൽ ആദായ നികുതി കൊടുക്കേണ്ടവരുമാണ്. അവർക്കാണ് വലിയ ഇളവ് പ്രഖ്യാപിച്ചത്. അതിന്റെ പ്രതിഫലനം ഉണ്ടായിരിക്കുമെന്ന് വേണം കരുതാൻ. അത് വളരെ ശക്തമായ പ്രതിഫലനം തന്നെയാണ്. BJP അവിടെ 15 സീറ്റുകളിലാണ് മുന്നേറുന്നത്. ആം ആദ്മി പാർട്ടി 15 സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് നഷ്ടമായിരിക്കുന്നു. ഏകദേശം മിഡിൽ ക്ലാസിന്റെ സമ്പൂർണ്ണമായി തന്നെ ആധിപത്യം അല്ലെങ്കിൽ മിഡിൽ ക്ലാസിന്റെ വോട്ട് സമ്പൂർണ്ണമായി തന്നെ ആം ആദ്മി പാർട്ടിയെ കൈവിട്ടു എന്ന് വേണം പറയാം. ലോവർ ക്ലാസിന്റെ ആ തരത്തിൽ സാമ്പത്തികമായി പിന്നാക്കാൻ നിൽക്കുന്ന അവസ്ഥയിൽ ഒരു ചെറിയ മുന്നേറ്റമെങ്കിലും ആം ആദ്മി പാർട്ടിക്കുണ്ട്, അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ മിഡിൽ ക്ലാസിന്റെ സ്ഥലത്തേക്ക് വരുമ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 15 സീറ്റും BJPക്ക് തന്നെ പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റ് മേഖലകൾ തിരിച്ച് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഇന്ന മേഖലയിൽ ആം ആദ്മി പാർട്ടി, ഇന്ന മേഖലയിൽ BJPയുടെ മുന്നേറ്റം എന്ന് പറയാൻ കഴിയില്ല. ഇതാണ് ചിത്രം. ഏകദേശം എല്ലാ മേഖലയിലേക്കും ആം ആദ്മി കടന്നിരിക്കുന്നു. ഈ ന്യൂഡൽഹി മേഖല എന്നൊക്കെ പറഞ്ഞാൽ ഇത് വരുന്ന ഈ സ്ഥലമൊക്കെ പൂർണ്ണമായും ആം ആദ്മി പാർട്ടിക്ക് വലിയ ശക്തി കേന്ദ്രമായിരുന്നു. പ്രധാനമായും തലസ്ഥാന നഗരമൊക്കെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ആം ആദ്മി പാർട്ടിയുടെ വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. വലിയ ഭൂരിപക്ഷത്തിന് കേജ്രിവാൾ ആദ്യം 2013 ജയിക്കുന്നത് തന്നെ അന്നത്തെ 15 വർഷം തുടർച്ചയായി ഡൽഹി ഭരിച്ച ഡൽഹി ഏറ്റവും ദീർഘകാലം ഭരിച്ച ഷീലാ ദീക്ഷിതിനെ 25,000 വോട്ടിന് അട്ടിമറിച്ചുകൊണ്ടാണ് കേജ്രിവാൾ ജയിക്കുന്നത്. അതിനുശേഷം 31,000 വോട്ടായി അത് 2015 ഉയർത്തി. 2020 അദ്ദേഹം 21,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ കേജ്രിവാളിന് എതിരാളികളില്ല എന്നുള്ളതായിരുന്നു അവസ്ഥ. അവിടെ നിന്നാണ് കേജ്രിവാളിനെ വോട്ടെണ്ണൽ തുടങ്ങി ഈ ഘട്ടം വരെയും ഒരു ഘട്ടത്തിൽ പോലും കേജ്രിവാളിന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നില്ല. കേജ്രിവാളിന് മാത്രമല്ല, പ്രധാനപ്പെട്ട 3 നേതാക്കൾക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നില്ല. അതിന്റെ പ്രതിഫലനം പ്രധാന നേതാക്കളുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു നേതാക്കളുടെ അവസ്ഥ എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലനം ഇവിടെ ആകെ ഈ ന്യൂഡൽഹിയിൽ ആകെ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ ഏത് കണക്കെടുത്ത് നോക്കിയാലും നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഈ കുറെ കൂടി ഇനി വോട്ടിന്റെ കണക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും ഏതൊക്കെ 44ലേക്ക് ഉയർന്നിരിക്കുകയാണ്. BJPയുടെ ലീഡ് 44ലേക്ക് എത്തിയിരിക്കുന്നു. അതായത് 36 സീറ്റുകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ അവർക്ക് സീറ്റുകൾ കിട്ടുകയാണ്. 36 സിറ്റിംഗ് സീറ്റുകൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ പോവുകയാണ്. 21 ആം ആദ്മി പാർട്ടി കുറഞ്ഞിരിക്കുകയാണ് അല്ലെ. 21 സീറ്റുകളിലാണ് ലീഡ്. 1 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 4 സീറ്റിലെ ലീഡ് ഇനിയും വരാൻ ബാക്കിയുള്ളപ്പോഴാണ് 44, 21, 1 എന്നുള്ളതായത്. ചില എക്സിറ്റ് പോളുകളിൽ 20 സീറ്റിൽ താഴെ ആം ആദ്മി പാർട്ടി പോകും എന്നുള്ള രീതിയിലുള്ള പ്രവചനമുണ്ടായിരുന്നു. അതിലേക്ക് പോവുകയാണോ എന്ന സംശയം പോലും ഉണ്ടാവുകയാണ്. 44 BJP 27 വർഷത്തിന് ശേഷമുള്ള BJPയുടെ തിരിച്ചുവരവാണ് കാണുന്നത്. 98 അധികാരത്തിൽ നിന്ന് പോയതാണ് BJP ഡൽഹിയിൽ. അവിടെ നിന്നാണ് ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലേക്ക് തിരിച്ചുവരവ് ഉറപ്പിച്ചിരിക്കുകയാണ് BJP. 44 സീറ്റുകളിൽ BJP 20 കുറഞ്ഞു, 45 BJP കൂടി. BJP 45, 20 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി, 1 സീറ്റിൽ കോൺഗ്രസ് എന്നതാണ് കണക്ക്.
45, 20, 1 66 സീറ്റുകളിലെ ലീഡ് നില ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ 4 സീറ്റുകളിലെ പല സൂചനകൾ കൂടി പുറത്തു വരണം. പക്ഷേ BJP ഒരു കംഫർട്ടബിൾ മാർജിനിലേക്ക് ഡൽഹിയിലേക്ക് പോവുകയാണ്. 45 സീറ്റുകളിൽ ഈ വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യ 1.5 മണിക്കൂർ കഴിയുമ്പോൾ BJPക്ക് ലീഡുണ്ട്. 20 സീറ്റിൽ മാത്രം ഒതുങ്ങുന്നു ആം ആദ്മി പാർട്ടി. കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നവരുടെ സംസ്ഥാന അധ്യക്ഷൻ PCC അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് ലീഡ് ചെയ്യുകയാണ്. മഞ്ജുഷി, ദേവേന്ദ്ര യാദവ് മുൻ MLA ആണ് ആ മണ്ഡലത്തിലെ ബാദ്ലിയിലെ. 2 തവണ അദ്ദേഹം അവിടെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ 2015, 20 ആം ആദ്മി പാർട്ടി തരംഗത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ വീണ്ടും ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ വരുന്നു. ദേവേന്ദ്ര യാദവ് ഏതായാലും ആ മണ്ഡലത്തിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. അങ്ങനെ കോൺഗ്രസിന് വോട്ടുകൾ കിട്ടുന്നുണ്ട് ഡൽഹിയിൽ എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു ട്രെൻഡ്. അതാണല്ലോ ദേവേന്ദ്ര യാദവിനെ പോലുള്ള നേതാക്കൾക്ക് 2015-ലും 2020-ലും ഒരു സീറ്റിലും ജയിക്കാതെ ദേവേന്ദ്ര യാദവ് മൂന്നാം സ്ഥാനത്തായിരുന്നു. പല മണ്ഡലങ്ങളിലും ഇത്തവണയും 3-ാം സ്ഥാനത്താണ്. പക്ഷേ അവിടെ ആം ആദ്മി പാർട്ടിയുടെ വിജയത്തെ തടയുന്ന ഒരു ഘടകമായി കോൺഗ്രസ് മാറിയിട്ടുണ്ടാകാം. അതുകൊണ്ട് പക്ഷേ എന്നാൽ കോൺഗ്രസിന് അവിടെ മത്സരിക്കാതിരിക്കാനും പറ്റില്ല. കാരണം കോൺഗ്രസിന്റെ കൂടി നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഡൽഹിയിൽ. അവിടെ BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി മത്സരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുമായി കൈകോർക്കുകയോ ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിന് തന്നെ അത് ദോഷമാകുമായിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ മത്സരിച്ചത്. പക്ഷേ കോൺഗ്രസ് ചതിയന്മാരാണ് എന്ന് ആം ആദ്മി പാർട്ടി പറയുകയുണ്ടായി. പക്ഷേ അവസാനം ഫലം വരുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ഡൽഹി പോലെയുള്ള പ്രദേശങ്ങളിൽ, ന്യൂനപക്ഷ മേഖലകളിൽ അതൊരു സ്വാധീനമായി വന്നിട്ടുണ്ടാകാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഈ ട്രെൻഡുകൾ നോക്കുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴും 44 സീറ്റുകളിൽ ലീഡ് നിലനിർത്തുവാൻ BJP കഴിയുന്നു. 21 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടികളെ ഇരട്ടി സീറ്റുകളിൽ BJP ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. BJP 44, ആം ആദ്മി പാർട്ടി 21, കോൺഗ്രസ് 1. അങ്ങനെ 66 സീറ്റുകളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ ആം ആദ്മി പാർട്ടി 21, BJP 44, കോൺഗ്രസ് 1. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ. ഇപ്പോഴും കാൽക്കാജിയിൽ മുഖ്യമന്ത്രി അതിഷി പുറകിലാണ്. മനീഷ് സിസോദിയ ജംഗ്പുരയിൽ പിന്നിലാണ്. അരവിന്ദ് കെജ്രിവാളിന് ഒരു ഘട്ടത്തിൽ പോലും ലീഡിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ BJP സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ മുന്നിട്ട് നിൽക്കുന്നു. അതാണ് സാഹചര്യം. അങ്ങനെ ഭരണവിരുദ്ധ വികാരം ഏതായാലും ഡൽഹിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. പ്രത്യേകിച്ച് മധ്യവർഗ വോട്ടുകൾ ഒന്നടങ്കം BJPയിലേക്ക് പോയിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം. മാത്രവുമല്ല താഴെ തട്ടിലുള്ള വോട്ടുകൾ എല്ലാ കാലത്തും ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കാണ്. അതിലും ഒരു വിള്ളൽ വീഴ്ത്താൻ BJPക്ക് സാധിച്ചു എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ BJP 27 വർഷത്തിന് ശേഷം അധികാരത്തോട് ഡൽഹിയിൽ നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ ട്രെൻഡുകൾ അനുസരിച്ച് ആദ്യ 1.5 മണിക്കൂറിലെ കണക്കുകൾ വെച്ച് BJP 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ ഭരണത്തോട് അടുക്കുകയാണ്. ഈ നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ അവിടെ BJP ലീഡ് നേടുന്നത് 7 മണ്ഡലങ്ങളിലാണ്. ആ 7 മണ്ഡലങ്ങളിൽ 6 ആം ആദ്മി പാർട്ടി നേരത്തെ ജയിച്ച മണ്ഡലങ്ങളാണ്. നോർത്ത് വെസ്റ്റിലാണ് ഒരു സീറ്റിൽ, അല്ലേ, അവിടെ ഒരു സീറ്റിൽ ലീഡ് നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുള്ളത്. ആ മേഖലയിലാണ് അവിടെ BJPയുടെ വലിയ മുന്നേറ്റമാണ്. വെസ്റ്റ് ഡൽഹിയിലാകട്ടെ 7 സീറ്റുകളിൽ BJP ലീഡ് നേടുന്നു എന്ന് പറയുമ്പോൾ അതെ, BJP ഒരു സീറ്റ് പോലും, അവിടെ 7 സീറ്റ് എന്ന് പറയുമ്പോൾ 7ഉം അവിടെ ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകളായിരുന്നു. അവിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ ആയിരുന്നു. ആം ആദ്മി പാർട്ടി 3 സീറ്റ് മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. അതായത് അതൊരു പ്രധാന ഘടകമാണ്. പൂർവാഞ്ചൽ മേഖല BJP ആണ് മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ 4 സീറ്റാണ് BJPക്ക് ആ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 15 BJP വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഒരു മേഖലയിലും ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. ചേരി പ്രദേശങ്ങൾ അതും BJPയെ തുണയ്ക്കുന്നതാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഇത്തവണ 11 സീറ്റുകളുടെ കൂടുതൽ, അല്ലെ, ഈ ചേരി പ്രദേശങ്ങൾ. അവിടെയാണ് ആം ആദ്മി പാർട്ടി ശക്തി കേന്ദ്രമാക്കി മാറ്റിയത്. ആദ്യം മധ്യവർഗത്തിന്റെ പാർട്ടി ആയിരുന്നുവെങ്കിൽ പിന്നീട് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ആളുകളിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയിരുന്നു, അല്ലെ. അവിടെയാണ് ഇപ്പോൾ BJP നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെ. വന്നിട്ടുണ്ട്.